നിനക്ക് കളത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല, എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ഓ, ശ്രദ്ധയുടെ കാര്യമൊന്നും നീ പറയണ്ട. എന്നിട്ടാണ് ഇന്ന് ബോളുമായിട്ട് ഇന്ന് ഗോൾ പോസ്റ്റ് ചെന്ന് ഇടിച്ചത്. ഇവനെന്തായാലും പന്തുമായിട്ട് പോസ്റ്റിലോട്ട് വീഴാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ പിന്നെ ഇന്ന് രണ്ടുകൂടെ കൂടി 10 ഗോളായേനെ. ഇന്നെല്ലാരും കൂടി നമ്മക്കിട്ട് വെള്ളം കെട്ടിക്കോ. പിന്നല്ലാതെ 8 ഗോളല്ലേ ഇന്ന് ഇവന്റെ പോസ്റ്റിൽ കയറിയത്. അത് ശരി, എന്റെ കുഴപ്പാ. ഇവനല്ലായിരുന്നു ബൈക്ക് നിന്ന് ചുമ്മാ തേരാപ്പാര പന്തിന്റെ പുറകെ ഓടിയതല്ല, ഒരെണ്ണമെങ്കിലും തടഞ്ഞോ ഇവര്. ആഹാ, ഇപ്പൊ എനിക്കായോ കുറ്റം? അല്ലടാ, എന്റെ ഒന്ന് നിർത്തടാവേ. നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ ഇന്ന്? ഇതൊക്കെ അല്ലേടാ ഒരു രസം. നിനക്ക് രസം, എനിക്കിവിടെ ഫുള്ളാ. ഒച്ച കാരണമാണെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പിന്നെ കോൺസെൻട്രേഷൻ കിട്ടാൻ പരീക്ഷയ്ക്ക് പഠിക്കല്ലേ? ഓവ, ഇവനായ കാലത്ത് പഠിച്ചിട്ടില്ല, അന്നേരാ. ഒരുമാതിരി പൊരുന്നക്കോഴി കിളിക്കുന്ന പോലെ കിളിക്കാതറ. എല്ലാരും കൂടി ഇനി എന്റെ പുറത്തോട്ടാ. ഏതായാലും നിന്റെ വൈഫ് നാട്ടിൽ പോയത് നന്നായി. 3-4 മാസത്തിന് ഇവിടെ കൂടാലോ. അത് ശരിയാ, അല്ലെങ്കിൽ ഈ ചീഞ്ഞ കാലാവസ്ഥയിൽ എവിടെ പോകാനായിട്ടാ? എടാ, നിന്റെ വൈഫിന്റെ കേസ് നാളെയല്ലേ നാട്ടിൽ നിന്ന് വരുന്നത്? ഓ, അങ്ങനെ ഒരു കാര്യം കൂടെ വരുന്നുണ്ടടാ. അപ്പൊ നീയാണ് നാളെ എയർപോർട്ടിൽ പോകുന്നത്? പിന്നെ ഞാനല്ലാതെ? നീ നാളെ ഫ്രീ അല്ലേ? നീ കൂടെ വാ. അന്നാ നാളെ ഞാൻ എന്റെ വണ്ടി എടുത്തോളാ. എന്നാ പിന്നെ എല്ലാരും ഒന്ന് പോയിന്റ് എണ്ണി പറഞ്ഞേ. ഇതിനകത്തുനിന്നൊരു ചെറുത് അടിച്ചാലേ ഉള്ളു, നീ ഒന്ന് ചൂടാവുള്ളൂ. ഇവിടുത്തെ സ്വിച്ച് ഒക്കെ ഇനി എവിടെയാണ്? ഭിത്തിയിലെവിടെയല്ലോ ആയിക്കോളൂ. പൊന്നോ, ആ ഇവനല്ലേ നെയ്യേ. ഈ 2 ഗ്ലാസ് ഇങ്ങോട്ട് എടുക്കുന്നു. ഏതാ എടുത്ത് തന്നിച്ച് പോയാൽ മതി. ഞാൻ ഇതൂടെ മില്ലിലേക്ക് ഇട്ടത്. ഫ്ലൈറ്റ് ലേറ്റ് ആണ്. ഇനി അമ്മേരെ ഒന്നോടൊന്ന് വിളിച്ചു നോക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, അമ്മാരെങ്കിൽ വന്നോളൂ. പിന്നെ ഞാൻ മൂത്രമൊഴിച്ചിട്ടേ. പിന്നെ ഏതായാലും അവൻ താക്കോല് വന്നിട്ട് പോയത് കൊണ്ട് പറഞ്ഞ അടിക്കാൻ പറ്റും. ഇനി നമ്മള് നേരത്തെ തുടങ്ങിയെന്ന് പറഞ്ഞ അവന്മാരെങ്ങാനും വെള്ളം വെക്കൂടാ. ഓ, എന്നെ ബഹളം വയ്ക്കാനാ? കോഴി അടയിരിക്കുന്ന പോലെ എത്ര നേരം നോക്കിയിരിക്കുന്നത്? അമ്മാരെന്നാണ് ഇത്ര ലേറ്റ് ആകുന്നത്? എയർപോർട്ടിൽ ഇവിടെ വരെ ഇതിനു വേണ്ടി സമയം എടുക്കും. ഇനി അവനെങ്ങനെ ആ ഫ്ലൈറ്റിൽ ഇല്ലേ? ഓ, നിന്റെ പെരുന്നാക്കെടുത്ത് വളയ്ക്കാതെ. അവൻ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്നതല്ലേ, ഇച്ചിരി കഴിയുമ്പോൾ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഓ, ശകലങ്ങ് എന്നപ്പോഴത്തേന് ചെറുതായിട്ട് ചൂടെടുക്കാന്ന്. അമ്മാര് ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ വേറെ കുപ്പി മേടിക്കേണ്ടി വരും. അത് ശരിയാ, പക്ഷെ ഇനി മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഷെയർ ഇടേണ്ടി വരും. ഓ, അത് അന്നേരം നോക്കാടാ പോയി. എടാ, നീ നാട്ടിലെ ലേറ്റസ്റ്റ് ന്യൂസ് വല്ലതും കേട്ടായിരുന്നു? കേരളം മുഴുവൻ ഇപ്പം പണ്ഡിറ്റ് തരംഗമാണെന്ന് കേട്ടല്ലോ. പണ്ഡിറ്റ് സതീഷ് പണ്ഡിറ്റ്, കൃഷ്ണൻ ലീലേ. കൃഷ്ണനും ലീലയല്ലടാ, കൃഷ്ണനും രാധികയും. ആ, അത് തന്നെ. എന്നതാടാ അവന്റെ ഒരു പാട്ടുണ്ടല്ലോ, മാക്കാനല്ലടാ, മായാവിയാ. അവന്റെ കേസ് ഇത് രണ്ടും ഒന്ന് തന്നെയാ. എന്നാലും അവന്റെ തൊലിക്കെട്ട് സമ്മതിക്കണം. കാണാമൃഗം പോലും നാണിച്ചു പോകും. എന്നെ തൊലിക്കെട്ടിയാണല്ലോ എന്നാ. അവൻ ഇഷ്ടം പോലെ കാശ് വാരി കൂട്ടുന്നുണ്ട്. നാട്ടിൽ അവന്റെ പടമാണ് ഹിറ്റാ. എടാ, അതാ യൂട്യൂബിന്റെ കഴിവ്. ഒരു പരസ്യവും ചെയ്യണ്ട അതിൽ.
അത് ശരിയാ, നിസ്സാര സമയം കൊണ്ട് എത്ര പേരാ കണ്ടതല്ലേ? എന്തായാലും ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, ഫിലിം ഫീൽഡിൽ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തവൻ ക്യാമറ വഴിയോ ബാക്കി മുഴുവൻ ചെയ്തില്ലേ? ശരിയായിരിക്കാം, പക്ഷെ ഈ മൂല്യമില്ലാത്ത സിനിമകളെ പ്രോത്സാഹിപ്പിച്ചാല് മൂല്യമുള്ള സിനിമകൾക്കല്ലേ അതിന്റെ ക്ഷീണം. എടാ, ഒന്നെങ്കിൽ ബുദ്ധി വേണം, അല്ലെങ്കിൽ ബോധം വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇതുപോലത്തെ സിനിമ ഇനിയും പ്രതീക്ഷിക്കുക. ഓ, അത് കറക്റ്റ്. എടാ അവന്മാരാ തന്ന കഥ ഒന്ന് തുറന്നേറ. നീ ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? ഇതെന്നെ ലണ്ടനാണോ പോയി? എന്റെ കഥ ഒന്നും പറയാൻ അതൊരു വലിയ കഥയാ. എന്നാ വെച്ച്? അറിയാം, ഒരു മിനിറ്റ്. എന്നാ വേഗം വാ. ശ്ശോ, ഇത് എന്നാ പരിപാടിയാണോ? നിങ്ങൾ നേരത്തെ അടി തുടങ്ങിയോ? ആഹാ, അത് കൊള്ളാം. നിങ്ങൾ താമസിച്ചല്ലേ, ഞങ്ങൾ തുടങ്ങിയതല്ലേ അപ്പൊ കുറ്റം. എടാ, ഇതൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവര് പെട്ടിക്കായിട്ട് വരുന്നുണ്ടോ? ഓ, എനിക്കുള്ള ക്ലാസ് ഞാൻ തന്നെ പോയി എടുക്കണായിരിക്കും. അല്ല, സാറിങ്ങോട്ട് ഇരി, ഇനി സ്പൂണിക്ക് ഞാൻ വയലോട്ട് ഒഴിച്ചു തരാം. അയ്യോ വേണ്ടേ, ഞാനങ്ങ് പോയി എടുത്തോളാം. ഇത് എന്നാടാ, ഇത് എണ്ണ മുടിഞ്ഞ കനവാടാ ഇതിന്. ആ, വാ വാ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പം ഞങ്ങൾക്കായിരുന്നല്ലോ. പട്ടി കുത്തിരിക്കുന്ന 1.5 മണിക്കൂർ അതിന്റെ വാദം കുത്തിയിരിക്കുകയായിരുന്നു. ഹാ, നീ വന്ന കാലം നീക്കാ ഇങ്ങോട്ട് ഇരിക്കാം. എന്നാ പിന്നെ ഞാൻ അപ്പുറത്തോട്ട് ഇരിക്കും. ഇത്രയും ഡിലേ ആണ് അവിടെ എന്നാ പറ്റിയത് എയർപോർട്ടില്? എന്നാ പറ്റാൻ ഇവന്റെ ഉണക്കവിനോട്ട് കസ്റ്റംസാര് പോയത്. ഇതൊന്നും നാട്ടിൽ നിന്ന് കെട്ടിച്ചൊന്നോട്ട് പോരേണ്ടത് എത്ര പറഞ്ഞാൽ കേൾക്കണ്ടേ? വെറുതെ കാശ് ഇവിടെയും പോയി വെച്ചോ. ഉണക്കമീനല്ലേ പോയാ, അതൊന്നും വലിയ കാര്യമൊക്കെ. ഇവിടെ ഇതൊക്കെ സ്ഥിരം പരിപാടികളാണ്. എന്താ നമ്മുടെ പേര്? എന്റെ പേര് ജെൻസ്. ജെൻസോ? ഇതിന്റെ പേരാ? ആ, അതെ. എന്റെ പേര് സന്തോഷം. സസി എന്ന് വിളിക്കും ഞങ്ങള്. പണ്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു, പക്ഷെ ഇപ്പൊ കിരീടം ഇല്ല. ആ കിരീടം പണയം വെച്ച കാശ് കൊണ്ടായി ഇവ UK വണ്ടി കയറിയത്. ജെൻസ്, നീ ഇവനെ പരിചയപ്പെട്ടായിരുന്നോ? ആ, തോമസ് ചേട്ടാ ഞാൻ എയർപോർട്ടിൽ വെച്ച് തന്നെ പരിചയപ്പെട്ടായിരുന്നു. എടാ, ഇവന്റെ പേര് തോമസ് ചേട്ടൻ എന്നല്ല, ഇവനാണ് ട്രാഫിക്. പണ്ടേ ഇവനിവിടെ ടാക്സി ആയിരുന്നു. ഒരിക്കലും സമയത്ത് വരാറില്ല. വിളിച്ചാലോ അവൻ ഏത് സമയത്തും ട്രാഫിക്കില്ലാന്നാ പറയണേ. അപ്പൊ നീ ഇന്ന് രണ്ടും കൽപ്പിച്ചാലേ? ഞാൻ ജോബി. ഞങ്ങൾ ഇവനെ പളുങ്കെന്ന് വിളിക്കും. എപ്പോഴും സിമ്പിളായിട്ട് നടക്കുള്ളൂ. മുടി പൊഴിയാൻ തുടങ്ങിയിട്ട് ഡൾഗേറ്റ് വെച്ചു, ഇപ്പൊ അതും പൊഴിയാൻ തുടങ്ങി. ഇവന്റെ പേരെന്താണെന്നറിയോ? ഇവന്റെ പേരാണ് ഫ്രഞ്ചു. ഈ സാധനം പുള്ളി ജനിച്ചപ്പോ തൊട്ടുള്ളതാ. അവ അടിച്ചു കളഞ്ഞാലേ അവന്റെ അപ്പച്ചൻ വഴക്ക് പറയും. അതുകൊണ്ട് ഇപ്പോഴും ഇരിക്കുക. ജനിച്ച വേടാ, ഞാൻ റൂം കാണിച്ചു തരാം. നിൽക്കണേക്കു പോകാൻ വരട്ടെ. അത് മുമ്പ് നിന്റെ അളിയന്റെ പേരും കൂടെ ഒന്ന് കേട്ടിട്ട് പോയാ മതി. എന്ത് പേര്? നീ വേണ ജനിച്ച. നീ അത് കണ്ടോ? അവൻ 24 മണിക്കൂറാ ജാക്കറ്റിനകത്ത. അതുകൊണ്ട് ഞാൻ അവനെ കുളിരാന്ന് വിളിക്കുന്നത്. നീ വേണേ കുളിരളിയാന്ന് വിളിച്ചു. നീ വരുന്നുണ്ടോ? ജെൻസ് എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വാ, ബാക്കി വന്നിട്ടാ. കൂടുതലൊന്നുമില്ല, ഒരു 5 പൈസയുടെ കുറവുണ്ടോന്നൊരു ഡൗട്ട്. ആ പയ്യൻ ഇങ്ങി വന്ന് കേറിയില്ല, അതിന് മുമ്പേ അവൻ തുടങ്ങി. ഇതാണ് നിന്റെ റൂം. തൽക്കാലം പെട്ടിയൊക്കെ എടുത്താൽ കൊണ്ടുപോകാം. വാ, ഞാൻ ബാത്റൂം കാണിച്ചു തരാം. ഇതാ ബാത്റൂം. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ താഴെ ഉണ്ട്. എടാ, നിനക്ക് നാളെ ഡ്യൂട്ടി ആണോടാ? അവക്ക് ഡയാ മോനെ, നാളെ അതുകൊണ്ട് എനിക്ക് പിള്ളേരെ നോക്കണം. എന്നാ ഒരു ലൈഫാണ്. ഒന്നെങ്കിൽ പിള്ളേരെ നോക്കണം, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകണം. നീ പറഞ്ഞത് ശരിയാ. ഈ വീക്കെൻഡിലുള്ള കൂടിച്ചേയും ഈ പന്തുകളിയൊക്കെ ഉള്ളൂ നമ്മുടെ ലൈഫിൽ ഒരു രസം. എത്ര പെട്ടെന്നാ ദിവസങ്ങൾ കടന്നു പോകുന്നല്ലേ? അതെ അതെ.
വരുന്നതിന് മുമ്പ് നമുക്ക് ഓർമ്മ അടിച്ചല്ലോ. നമ്മൾ താങ്ങാന്നാണ് അറിയണ്ട. ഓ അതൊരു വഴിയേ മനസ്സിലായിക്കോളൂ. ആണ്ടാ നിനക്കുള്ളതാണ് ഒഴിച്ചു വെച്ചേക്കുന്നത്, എടുത്തടിക്കടാ. എന്നാ പിന്നെ നേരത്തെ പറയണ്ടേ? കാവിലമ്മേ ശക്തി തരൂ. നീ എന്നാലും തൊടാൻ കൊടുക്കടാ. എടാ നിങ്ങൾ ടച്ചിങ്സ് ഒന്നും എടുത്തില്ലടാ. അതിന് ഇവിടെ എന്നെ ഇരുന്നിട്ടാ? എടാ അടുക്കള മിക്സർ ഇരിപ്പുണ്ടടാ. ആണോ? എന്നാ പിന്നെ പറയണ്ടേ? നീ എവിടെ ഇല്ല, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇത് എവിടെയാ കൊണ്ടേ വെച്ചേക്കുന്നേ? എടാ കുളിരേ, ഇത് എവിടെയാ? ഇതിനാണ് നനഞ്ഞു പോയായിരുന്നോ? ഇത് ഉണക്കാൻ അയലിട്ടേക്കുന്ന പോലെ ക്ലിപ്പൊക്കെ കുത്തി വെച്ചേക്കുന്നേ. ഇതിന്റെ ഡേറ്റ് കഴിഞ്ഞതാണോ പോയി? ഇതിന് എടാ കുളിരേ, നിന്റെ ടോയ്ലറ്റ് ലീക്ക് ചെയ്യുന്നുണ്ടെന്നോ തോന്നുന്നു കേട്ടോ. എവിടെ വെള്ളച്ചാട്ടം? ലീക്കോ? ആ എവിടെ? നോക്ക്, ഇതല്ലേ വെള്ളം വീഴുന്നത്? എന്റെ അമ്മേ ജെൻസ്. വെള്ളമായി ഒരു പ്ലേറ്റ്. അതിനകത്ത് കടലയൊക്കെ ഇവൻ തന്നെ കുറക്കി തിന്നു തോന്നുന്നു. ഒരു കടല പോലും ഇല്ലല്ലോ അതിനകത്ത്. ഇത് ഉണക്കാൻ തന്നെ വെച്ചേക്കാം. അല്ലേലും നീ എന്തെങ്കിലും സാധനം താഴെ കൊണ്ടുവരും. ആണോ? എന്നാ പിന്നെ പൊന്നുപോലെ അങ്ങ് മാരിയും വെച്ചത് കേട്ടോ. എടാ ജെൻസേ, എടാ ജെൻസേ, വാതിൽ തുറക്കടാ. എടാ വാതിൽ തുറക്കാൻ. എന്റെ ദൈവമേ, നീ എന്നെ മുടിപ്പിക്കും. നീ ടൈലിന്റെ പുറത്തു നിന്നാണോ കുളിച്ചേ? എടാ ബാത്റൂമിനകത്ത് കുളിക്കണം, അല്ല അടുക്കള വെള്ളപ്പൊക്കം ഉണ്ടാവൂടാ. അതാളെയും പറയണ്ടേ? പറഞ്ഞാ നീ അങ്ങ് ഒലത്തിയാനെ. പെട്ടെന്ന് തറയിൽ വെള്ളം ഒപ്പിയെടുക്ക്. എന്നിട്ട് നീ കുളി കഴിഞ്ഞ് താഴോട്ട് വാ, ബാക്കി അവിടെ വെച്ച് പറയാം. എടാ അതുപോലെ ഈ കട്ടനോടെ ഇട്ടു കുളിക്കുക കേട്ടോ, അല്ല പിന്നെ തറ വെള്ളം വരും. എടാ അവനിപ്പോ ആ തറയിൽ നിന്ന് കുളിച്ചാണ്. പണ്ട് എനിക്ക് ഇതുപോലെ ഒരു പണി കിട്ടിയതാ. എന്റെ അച്ഛൻ വന്ന് ആ തറയിൽ നിന്ന് കുളിച്ച് അടുക്കള മുഴുവൻ വെള്ളമായതാ. അല്ലെങ്കിൽ അവനെ എന്തിനാ കുറ്റം പറയുന്നേ? അവൻ എന്തെങ്കിലും വന്നതല്ലേ ഉള്ളൂ. ഈ കുളിര് വേണ്ടതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആ അത് ശരിയാ. ഈ പയ്യൻ ഇങ്ങ് വന്നത് കുളിരിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ BP ഉള്ളതുകൊണ്ട് അവനങ്ങ് സമ്മതിച്ചതാ. എടാ ഇതിന് BP ഇതുമായിട്ട് എന്നാണ് ബന്ധം? ഇവന്റെ ഒരു എടാ BP എന്ന് പറഞ്ഞാൽ ഭാര്യയെ പേടി. ഓ അങ്ങനെ മണ്ടൻ. നീ പോടാ. സംശയം ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണേലും വരാനുള്ളത് പ്ലെയിൻ പിടിച്ചാണേലും വരുമെന്നുള്ള കാര്യം മനസ്സിലായി. എന്തായാലും നിന്റെ അളിയനെ സമ്മതിക്കണം. അവനെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചല്ലോ. അതെ അതെ. ഒന്ന് പോടാ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുവാൻ നിന്റെ ഒരു തമാശ. ആ വാട ജെൻസ്, നീ മൂടെ പോന്ന ആണ്ട ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അല്ല ജെൻസേ, ഈ കണ്ട കാശ് മുടക്കി ഇപ്പൊ ഇങ്ങോട്ട് ഈ സുഹൃത്തുക്കളേക്ക് വരേണ്ട കാര്യം എന്താണ്? എന്ത് കാരണം? അവന് പശുവിനെ നോക്കാൻ കഴിയാഞ്ഞിട്ടടാ. ആ അപ്പൊ ചാണകമാരം കഴിയാണ്ട് പോകുന്നതാണല്ലേ? എടാ അതൊന്നും അല്ലടാ, ഇവന്റെ അപ്പം വലിയൊരു കൃഷിക്കാരനാണ്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവൻ ഒറ്റ മകനാണ്. നേഴ്സിംഗിന് പറ്റുമെന്ന് ഇവന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ്. വീട്ടിൽ നിന്നാലേ പറമ്പിലും പണിയണം, പശുവിനെ നോക്കണം. അന്നേരമേ അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗ ഇങ്ങോട്ടുള്ള വരവ്. ഇവിടെ ഇതൊക്കെ തന്നെ അല്ലേ വേണ്ട. ഇപ്പഴിതൊക്കെ എന്തിനാ പറഞ്ഞു ഇവനെ പേടിപ്പിക്കണം? എടാ അത് വിടറ. ഇന്ന് തന്നെ മൊത്തം കഥയും പറഞ്ഞ് തീർക്കണം. എടാ ജെൻസിനും കൂടെ ഒന്ന് വിളിക്കടാ, ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ. എടാ ഇവനും കൂടെ ഒരു ഗ്ലാസ് എടുത്തോണ്ട് വാ. ഓ ശരി രാജാവേ. എടാ ഇവനെ ഇപ്പോൾ ഇതൊക്കെ ശീലിപ്പിക്കണം. ഓ അവൻ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്?
അയ്യോ വേണ്ട. കണ്ടോ, ഞാൻ പറഞ്ഞില്ല അവനതൊന്നും ശീലമില്ലെന്ന്. അല്ല, ഞാൻ വെള്ളം വേണ്ടെന്ന് ഉദ്ദേശിച്ചേ. നല്ല ദാഹമുണ്ട്.